പുറത്തേക്ക് ഞാൻ അഖിൽമാരാർ കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെങ്കിലും അദ്ദേഹം അതിന് റിപ്പോർട്ട് ഒക്കെ ഇട്ടിരുന്നു. കുറെ അമ്മമാരിരുന്നു പറയുന്നു എന്നെ അങ്ങനെ ഞാൻ ചെയ്തത് മോശമായി പോയി അല്ലെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. പുതിയൊരു പ്രൊമോ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രൊമോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഒണിയൻ സാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒണിയൻ സാബു കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊമോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് മസ്താനിയും ആരിനെ പിടിച്ച് തള്ളി അനുമോളെ പുറത്തോട്ട് ചെന്ന് വീഴുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചെന്തെന്നറിയോ, ഈ കാര്യം ചോദിക്കത്തേ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ലാലേട്ടനൊരു കുതിരപ്പവൻ. അപ്പം ഈ ഒരു കാര്യം ചോദിച്ചതിന് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഈ ഒരു വിഷയം ആ ഒനിയൻ സാബുവിൻ്റെ വിഷയവുമായിട്ട് ആ ഒരു വിഷയം മറ്റേ വേദലക്ഷ്മിയുടെ വിഷയത്തിലൊക്കെ ആയിട്ട് അത് ഒലിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു വിഷയം ചോദിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7-നകത്ത് ഗെയിം കളിക്കുന്നത് ഇത്രയും ഒരു ഇതുമില്ലാത്ത മെനയില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഗെയിം കളിക്കുന്നത് ലാലേട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു കപ്പ് ലാലേട്ടൻ്റെ കൈ എടുത്തു കൊടുക്കണം. കാരണം ലാലേട്ടനാണ് ഈ സീസൺ 7-ലെ വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇത്രയും കാരണം അങ്ങനെയാണ് എല്ലാ വീക്കും വന്നിട്ട് ഈ കണ്ടസ്റ്റൻസിനെല്ലാം വായി വരുന്നതെല്ലാം തെറി വിളിച്ചിട്ട് പോലും ഈ ആൾക്കാർ നന്നാവുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ്. കാരണം അപ്പം ഈ ഒരു കപ്പ് അർഹതപ്പെട്ടത് ലാലേട്ടന് തന്നെയാണ്. അപ്പം ഈ പ്രൊമോയിൽ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പ്രൊമോയും ഇന്നലത്തെ എപ്പിസോഡും ഈ പ്രൊമോയും കണ്ടപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത് അവിടെ ഉള്ള കണ്ടസ്റ്റൻസുമായിട്ടൊന്നുമല്ല, വെളിയിലുള്ള പ്രേക്ഷകരുമായിട്ടാണ്, ജനങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നതെന്ന് എനിക്കിപ്പം വ്യക്തമായി. 100% ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ജനങ്ങളെ കമൻറ്റും ജനങ്ങളെ മെസ്സേജും മെയിലും ഇതെല്ലാം ബിഗ് ബോസ് ടീം, ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ ഇവരെല്ലാം വിലയിരുത്തുന്നുണ്ട്, കാണുന്നുണ്ട്. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ വീഡിയോസ്, ബിഗ് ബോസ് റിലേറ്റ് വീഡിയോസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വീഡിയോസ്, ഇതെല്ലാം ബിഗ് ബോസ് ടീം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഈ എൻ്റെ വീഡിയോ ഉൾപ്പെടെ അവർ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡും ഇന്നത്തെ പ്രൊമോയും വന്നപ്പം മനസ്സിലായി. വേറൊന്നുമല്ല, നിങ്ങൾ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പം വെറുതെ വായും തുറന്നിരുന്ന് വീഡിയോ കാണാതെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിനെ പറ്റിയിട്ടൊക്കെ അഭിപ്രായങ്ങൾ. കാരണം എന്താ പറയുക, നിങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. സത്യം പറയാം, അവിടെയുള്ള കണ്ടസ്റ്റൻസുമായിട്ടല്ല. കാരണം ജനങ്ങൾ ഒരേ സ്ഥലത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആര്യൻ്റെ ഈ ഒരു വിഷയം ചോദിക്കണം. അനുവിനെ പിടിച്ച് തള്ളുന്നൊരു കേസുണ്ടല്ലോ, ആ ഒരു വിഷയം ചോദിക്കണമെന്ന് ജനങ്ങൾ ഒരേ സ്ഥലത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്ന് ചോദിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഫുള്ള് അനുവിൻ്റെ ഒരു കോണ്ടന്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് വീട് ഉറങ്ങി കിടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഒരു കണ്ടന്റും ഇല്ലാതെ ഉറക്കമായിരുന്നു. പിന്നെ ആകെ കിട്ടിയ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 സ്റ്റേറ്റ്മെൻ്റാണ്. ആ 2 സ്റ്റേറ്റ്മെൻ്റാണ് രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസിൻ്റെ പ്രൊമോയിൽ കിടന്ന് കത്തുന്ന സാധനം. അല്ലാതെ അവിടെ വേറൊരു കണ്ടന്റ് അല്ല. അപ്പോൾ ഈ 2 സാധനം അവിടെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ശനി ഞായറും ലാലേട്ടൻ വന്നിരുന്നിട്ട് എന്ത് സംസാരിക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ 2 സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംസാരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കിക്കോ, ജനങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത്. കാരണം എന്തറിയോ, ഈ കഴിഞ്ഞ ആഴ്ച മൊത്തവും ഒരുപാട് ആൾക്കാർ, ഈ ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനുമോളെ സ്ക്രീനിൽ കാണിക്കുന്നത്, അനുമോളെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഒരു കണ്ടന്റ് ഇവിടെ വരുന്നില്ല, അനുമോള് ആകെ ഇത് സൈലന്റ് ആയി പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബിഗ് ബോസ് വിലയിരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഈ ഒരു കാര്യമില്ലാതെ അനുമോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്, അനുമോൾ ഇവിടെ കോണ്ടന്റ് കൊടുക്കാൻ നമുക്കറിയാം, പൈസ ഇത് പേടിക്കുന്ന പൈസയ്ക്കുള്ള കോണ്ടന്റ് നിങ്ങൾ കൊടുക്കണ്ട, കണ്ടന്റ് എന്താന്ന് കൊടുക്കുന്നത്, എന്ത് കണ്ടന്റാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം, ഇത് നടത്തുന്ന നമുക്കറിയാം, ഇത് 24/7 ഞങ്ങളെല്ലാം കാണുന്നതാന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ വേറെ എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇത് 24/7 കാണുന്നതല്ല. കാരണം അത് ഇന്നലത്തെ എപ്പിസോഡിൽ 1-2 കാര്യങ്ങളുണ്ട്. അത് മനസ്സിലായിട്ടുള്ളവരാരെങ്കിലും കമൻറ്റ് ചെയ്യണം, ഞാൻ ആ കാര്യം പറയുന്നില്ല. പിന്നെ അപ്പം ബിഗ് ബോസ് ടീം കഴിഞ്ഞ ആഴ്ച ഫുള്ള് അനുമോളെ കാണിക്കുന്നില്ലെന്നുള്ള പരാതി ജനങ്ങളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അനുമോളെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ അത് സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്, ബിഗ് ബോസ് ടീമും ഷോ ഡയറക്ടറും ഇവരെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവരെയും റിവ്യൂ ഈ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പം
ലാലേട്ടനെ കൊണ്ട് അത് പറയിപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ വഴിയല്ല ബിഗ് ബോസ് ഇവിടെ കണ്ടന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അനുമോളല്ല ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഇനി എന്തവിടെ തലകുത്തി പറഞ്ഞാലും ഞങ്ങൾ വിചാരിക്കണം ഇവിടുന്ന് ഒരു സാധനങ്ങൾ പുറത്തോട്ട് പോകണോ വേണ്ടതെന്ന് ഞങ്ങൾ വിചാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ജനങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ടീം ഗെയിം കളിക്കുന്നത് കേട്ടോ. വെച്ചാൽ അവരവിടെ എന്ത് കാണിച്ചാലും അവിടെ ഈ ടീം ബിഗ് ബോസ് ടീം വിചാരിക്കണം അത് പുറത്തോട്ട് പോകണമെങ്കിൽ, അത് ജനങ്ങൾ ചർച്ച ചെയ്യണമെങ്കിലും, ആ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അകത്തോട്ട് എടുത്തിടണമെങ്കിൽ, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സംസാരിക്കണമെങ്കിൽ ഈ ബിഗ് ബോസ് ടീം വിചാരിക്കണം. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഈ ബിഗ് ബോസ് ടീമും ബിഗ് ബോസും ജനങ്ങളുമായിട്ടാണ് ഈ ഒരു ഗെയിം നടത്തുന്നത്, നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ സിമ്പിളായിട്ട്. പിന്നെ ഒനിയൻ സാബുമായിട്ടുള്ള വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒനിയൻ സാബു കയറി പിടിച്ചത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അതിനെ വളച്ചൊടിച്ച് സംസാരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം അത് ഒനിയൻ സാബുവിന് പറ്റിപ്പോയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധത്തിൽ പറ്റിയൊരു സംഭവമാണ്. അബദ്ധത്തിൽ വീഴാൻ നേരത്ത് കയറി പിടിച്ചതാണ്. അപ്പം മസ്താനെ എടുത്ത് ചെന്ന് സ്ക്രൂ കയറ്റി കൊടുക്കുന്നു, അതിനെ വലിയൊരു വിഷയമാക്കി കൊണ്ടുവരുന്നു. അപ്പം ഈ പ്രൊമോയിൽ കാണിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയൻ സാബു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജനങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ, കേരളത്തിലെ എല്ലാ പുരുഷന്മാരോടും ക്ഷമ പറയണമെന്നാണ് പറയുന്നത്. ഇപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് ഒനിയൻ സാബുവിനോട് പറഞ്ഞാൽ മതി. കാരണം ആ ലക്ഷ്മി കാണിച്ചത് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല, തെണ്ടിത്തരം തന്നെയാണ്. പക്ഷേ എല്ലാ പുരുഷന്മാരോടും ക്ഷമ പറയുന്നതിൽ അതിൽ എനിക്കൊരു യോജിപ്പില്ല. കാരണം അത് ഒനിയൻ സാബുവിനുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഒനിയൻ സാബുവിനോട് മാത്രം ക്ഷമ പറയുക. കാരണം ഇപ്പം ഈ വേദലക്ഷ്മി എനിക്ക് തോന്നുന്നു ഡിവേഴ്സ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ എല്ലാ പുരുഷന്മാരോടും ക്ഷമ പറയണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരെ മുമ്പേ ഉള്ള ഒരു ഹസ്ബൻഡിനോടും അവർ അതിന് ഒരു ക്ഷമാപണം, എല്ലാ പുരുഷന്മാരോടും ക്ഷമാപണം നടത്തിയതിൻ്റെ ഒരു ഇതിൽ അങ്ങോട്ടും ആ ഒരു ഇത് പോകുന്നുണ്ട്. അങ്ങനെയും ചിന്തിക്കാം. അപ്പം ചിലപ്പോൾ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. കാരണം എനിക്ക് അങ്ങനെ തോന്നിയത്. ഇപ്പം ഒനിയൻ സാബും ഇപ്പം എല്ലാ പുരുഷന്മാരുടെയും കാഴ്ചപ്പാട് ഒനിയൻ ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ല എല്ലാ ആൾക്കാരും. കാരണം നമുക്കറിയാം ഇപ്പം 10 വയസ്സുള്ള 5 വയസ്സുള്ള 6 വയസ്സുള്ളയും കൊച്ചു പിള്ളേരെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു തരം കാറ്റഗറിയിൽപ്പെട്ട കുറെ ദ്രോഹികളുണ്ട്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ പൊതുവായിട്ട് ക്ഷമ പറയുമ്പോഴത്തേക്ക് അത് അവരിലൂടെയും കൂടെ അങ്ങ് പോവാണ്. അങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതിയുള്ള നരഭേജികളായിട്ട് കുറച്ചുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരെയും കൂടെ അവർക്ക് അവരിലോട്ടും ആ സോറി പോവാണ്. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് തോന്നുന്നു ഈ ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സോറി പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും പ്രവീണിന്റെ കൂടെയും അതുപോലെ മസ്താനിയുടെ കൂടെയും പെട്ടി പാക്ക് ചെയ്ത് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മളെ കണ്ടയാണ്, ഇന്നലത്തെ എപ്പിസോഡിൽ. കാരണം അത്രയും ഇതുണ്ടായിട്ട് പോലും അവരൊരു സോറി പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞങ്ങ് വിടാവുന്ന ഒരു കേസാണ്, പക്ഷെ സോറി പറഞ്ഞിട്ടില്ല. കാരണം ഇത് അവിടെ ഇത്രയും ടൈപ്പിലുള്ള ആൾക്കാർ, പല കാറ്റഗറിയിലുള്ള പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പൊ അവിടെ വന്നിട്ട് ഇതേപോലൊരു ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനോട് സത്യം പറഞ്ഞാൽ അത് യോജിക്കാൻ പറ്റത്തില്ല, അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു സോറി പറയണമല്ലോ, എന്നിട്ട് ഒരു സോറി പറഞ്ഞിട്ടില്ല. അത് നോർമലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നല്ലാതെ ഒരു സോറി പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒനിയൻ സാബു പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സോറി പറയണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ സോറി പറയത്തില്ല. മിക്കവാറും ഷോയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഈ വേദലക്ഷ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസണിൽ ഇങ്ങനെ വീക്കെൻഡിൽ 2 ദിവസവും അടുപ്പിച്ച് എയറിൽ പോകുന്നത് തീയും പുകയായിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറൊരാളും ഉണ്ടായിട്ടില്ല, വേദലക്ഷ്മി മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മിക്കവാറും ഇത് അവരൊരു ഗെയിമിനെ എഫക്റ്റ് ചെയ്യും. മിക്കവാറും അവരവിടെ നിലനിൽക്കുകയെന്നുണ്ടെങ്കിൽ അവർ ഈ അടുത്ത ആഴ്ച ഫുള്ള് ശോകമായിട്ടായിരിക്കും പോകുന്നത്. ഫുള്ള് ആകെ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്ന് ചൊറിയും പിടിച്ചിരുന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു വേദലക്ഷ്മി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം 2 എപ്പിസോഡും ഫയർ ചെയ്ത് കൊന്നു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞില്ലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ ഷോയിൽ നിന്നൊന്ന് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് LGBT ആൾക്കാരുടെ വെറുപ്പ് ഇവർ സമ്പാദിച്ച് കൂട്ടി. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ വെറുപ്പല്ല ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് പുറത്തിറങ്ങിയാലും അതങ്ങനെ തന്നെ അരിവിഞ്ഞു. രണ്ടാമത് മെൻസ് റൈറ്റ് ആക്ടിവിറ്റീസ് ആൾക്കാരുടെ ഇപ്പം ആ വെറുപ്പും ഇവർ നേടിയെടുത്ത് കഴിഞ്ഞു. ഈ 2 വെറുപ്പും കൂടെ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 2 ചിന്താഗതിയിലൂടെ ആയിരിക്കും ഇനിയിപ്പം പുറത്തുകൂടെ ഇവർ പോകുന്നത്.
കാരണം ഏത് ഇന്റർവ്യൂസിന് ചെന്നിരുന്നാലും ഈ രണ്ട് ടീമുകളും വന്നിരുന്നിട്ട് നെഗറ്റീവ് കമന്റുകൾ അടിച്ചങ്ങോട്ട് ഇവർക്ക് കൊടുക്കും, അതിൽ ഒരു സംശയമില്ല. അപ്പം ഇത്രയും വെറുപ്പ് സമ്പാദിച്ചിട്ട് ഇനി അവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നരകിച്ച് പുഴുത്ത് അവിടെ നിൽക്കാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. കാരണം 2 എപ്പിസോഡും ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കേട്ടോ. ഈ ആദില നൂറയുടെ വിഷയത്തിൽ ഇവർക്ക് ഇച്ചിരി ഈ ഇത്രയും ഒരു എന്നുവെച്ചാൽ ഈ രീതിയിൽ ഇവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ വെറുപ്പോടുകൂടിയും ദേഷ്യത്തോടു കൂടിയും സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് വീക്ക് തന്നെ, ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഷാനവാസ് ഇവരുടെ അടുത്ത് പോയിട്ട് മാന്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു ലൈഫ് വേണ്ടേ, നിങ്ങൾക്ക് ഒരു ഇണ വേണ്ടേ, കുട്ടികൾ വേണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ഒരു നല്ല രീതിയിലൊരു സൗഹൃദം ഒരു സംഭാഷണത്തിലൂടെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു മര്യാദയുണ്ട്. പക്ഷേ ഈ ലക്ഷ്മി അവിടെ സംസാരിച്ചത് ആ ഒരു മര്യാദ ഇല്ലാതെ അവരോട് വെറുപ്പ്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോടെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ, വീട്ടിൽ പോലും കയറ്റത്തില്ല എന്നുള്ള ചിന്താഗതിയിലൂടെയാണ് പറഞ്ഞത്. അപ്പം ഷാനവാസ് പറഞ്ഞ രീതിയിൽ ഇവർക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് ഓക്കെ, അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് സ്വാഭാവികമായിട്ട് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നതാണ്, എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് തീരുമാനങ്ങളൊന്നും മാറ്റിക്കൂടെ, നിങ്ങൾക്ക് മുമ്പോട്ട് ലൈഫ് വേണ്ട, ഒരു ഇണ വേണ്ട, ഒരു കുഞ്ഞ് വേണ്ട എന്നൊക്കെ ഒരു സന്തോഷത്തോടെ ഒരു സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്നതും ഇവർ പറഞ്ഞു കൊടുത്തതിൽ രണ്ടിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ, നമുക്ക് ഷാനവാസ് പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കായിരുന്നു. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു ക്ഷമയെങ്കിലും പറയണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് കൂട്ടം സമൂഹത്തിൽ 2 കൂട്ടം ആൾക്കാരെയും വെറുപ്പിച്ചിട്ടാണ് ഇവർ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഒന്ന് LGBTQ കമ്മ്യൂണിറ്റിയും പിന്നെ അതുപോലെ മെയിൻസ് റൈറ്റ് ആക്ടിവിറ്റി അതിലുൾപ്പെടുന്ന ജനങ്ങളെയും കൂടെയാണ് ഇവർ വെറുപ്പിച്ച് നിൽക്കുന്നത്. ഇത് ഇത്രയും വെറുപ്പുകൾ ഉണ്ടാക്കിച്ചിട്ട് ഇനി വെളിയിലിറങ്ങുമ്പോൾ എന്തോ ആയിരിക്കും അവസ്ഥ അല്ലേ? ഏതെങ്കിലും ഏടാകുടത്തിൽ ചെന്ന് ചാടുമ്പോഴത്തേക്ക് മൊത്തം എണ്ണ കൂടെ ഇവരെ മെക്കിട്ട് അങ്ങോട്ട് കയറും. ഈ ബിഗ് ബോസ് ഈ സീസൺ 7 അഖിൽ മാരാർ പോയല്ലോ. അഖിൽ മാരാർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാരിക KVയുടെ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അഖിൽ മാരാർ പോയത് ഉളുപ്പില്ലേ, നാണമില്ലേ, മാനമില്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഒന്ന് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനായിട്ടുള്ള വിഷയം ഉണ്ടല്ലോ, ഇതിനു മുമ്പ് ബിഗ് ബോസ് കാസ്റ്റിംഗിൽ നടക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷാരിക 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട് അഖിൽ മാരാറിനെ പറ്റിയിട്ട്. അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അഖിൽമാരാൻ അത് കാണിച്ചൊരു കാര്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അഖിൽമാരാൻ ഒരു വീഡിയോ പ്രൊമോഷൻ, തന്റെ ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇനി തിരിച്ചു കയറുമെന്ന് ഞാൻ സ്വപ്നയെ നേവി നിരീക്ഷിച്ചില്ല. അതിന് ശരിക്കും ഷോക്കായി കഴിഞ്ഞാൽ അഖിൽമാരാർ കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെങ്കിലും അദ്ദേഹം അതിന് റിപ്പോർട്ടൊക്കെ ഇട്ടിരുന്നു. കുറെ അമ്മമാരിരുന്നു പറയുന്നു എന്നെ അങ്ങനെ ഞാൻ ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അഖിൽമാർ ഇതൊന്നും അല്ലല്ലോ നേരത്തെ. അതും എനിക്ക് അഖിലിനോട് ചോദിക്കാനുള്ളതാണ്. അഖിൽ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ ഇനി ഈ പറയപ്പെടുന്ന പല കാര്യങ്ങളും ഏഷ്യന്റെ ഒരു കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ ബന്ധപ്പെടാറില്ല, അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ പേരിലല്ലാതെ എനിക്കിനി അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇതുപോലെ എന്താ പറയുന്നത് പല കാസ്റ്റിംഗ് കൗച്ചുകളുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത കണ്ടസ്റ്റിനെതിരെയും അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി പിന്നീട് എന്തിനാണ് സ്വന്തം കാര്യം വന്നപ്പോൾ, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഷാരിക പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വീണ്ടും എന്തിനാണ് നാണം കെട്ട് ഏഷ്യനെറ്റിനെയും ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ട് അവർക്കെതിരെ സംസാരിച്ചിട്ട് ആ ഷോയിലേക്ക് മൂവി പ്രൊമോഷന്റെ പേരിൽ നാണം കെട്ട് പോയത് എന്തിനാണെന്നാണ് ഷാരിക ചോദിക്കുന്നത്. നാണം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാനൊരു കാര്യം പറ്റേ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഖിൽ മാരാർ ഈ ഒരു ഷോയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏഷ്യനെറ്റിനെ പറ്റിയിട്ടോ ഈ ഷോ നടത്തുന്ന ചാനലിനെ പറ്റിയിട്ടോ ഒരിടത്തും കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്തുള്ള കാസ്റ്റിംഗ് കൗച്ചിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് അതിനകത്ത് ഇടപെട്ടിട്ടുള്ള കുറച്ച് വ്യക്തികൾ, 1, 2, 3 വ്യക്തികൾ, അവരെ പറ്റിയിട്ടാണ് അഖിൽ മാരാർ സംസാരിച്ചിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ഇതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയുന്നുമുണ്ട്. അല്ലാതെ ഈ ഷോ മോശമാണെന്നോ അല്ലെങ്കിൽ പിന്നെ ഏഷ്യനെറ്റിനെ പറ്റിയിട്ടോ കുറ്റം പറയുന്നില്ല. പിന്നെ ഈ ബിഗ് ബോസിനകത്തൊക്കെ പോകുന്നതിന് മുമ്പ് പുള്ളി ഇത് ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം അതിനകത്ത് ഈ ഷോയിൽ പോകുന്നതിനേക്കാളും നല്ല ലുലു മാളിൽ പോയി മുണ്ട് നോക്കിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടും പുള്ളി പറയുന്നത് അത് ഇതിനൊക്കെ മുമ്പുള്ള കാര്യമാണ്. അത് പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും. അത് അപ്പം ഇത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ആരാണ് അതിലേക്ക് പോവാതിരിക്കുന്ന? എല്ലാവരും പോവും. അതിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി കഴിഞ്ഞിട്ട് കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ഷോയില് അത് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട് 1, 2 ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകൾ എടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ
ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 1-2 പെൺപിള്ളേരൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏഷ്യനെറ്റും ബിഗ് ബോസും ചേർന്ന് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി അത് പറഞ്ഞതിൽ യോജിപ്പുള്ളതുകൊണ്ട് അവരെ മാറ്റുകയും ചെയ്തു. ഈ സീസൺ തൊട്ട് ആ വ്യക്തികളല്ല, വേറെ ആൾക്കാരാണ്. അപ്പൊ അഖിൽമാരാർ അന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റാനും പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവരെ വെച്ചുകൊണ്ട് അത് തുടർന്ന് പോകേണ്ട അവസ്ഥ വന്ന് തന്നെ ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും അതിനോട് ശാരിക പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. See you.